എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ ഇൻഷെയ്പ്. നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയും ചാറ്റിങ്ങും മൊബൈൽ ഫോണുമൊക്കെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളൊക്കെ മര്യാദക്കാരായിരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ ദൃഢതരമായ കുടുംബ സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്ന അപകടങ്ങൾ ഏറെയാണ്. വളരെ അപകടപ്പെടുന്ന ചില സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ഇന്ന് ഈ സംവാദം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവരാണ് മനഃശാസ്ത്രജ്ഞ ഡോക്ടർ സിന്ധു അജിത്, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ KP രാമചന്ദ്രൻ, ടെലിവിഷൻ അവതാരക ജയന്തി നരേന്ദ്രൻ, കൊച്ചിൻ റേഞ്ച് IG S ശ്രീജിത്ത് IPS, തിരക്കഥാകൃത്ത് പ്രവീൺ ഇറവങ്കര, LLB വിദ്യാർത്ഥിനി അനു സുബ്രഹ്മണ്യം, കേരള ബ്രേക്കിംഗ് ന്യൂസ് വീക്ക്ലി ചീഫ് എഡിറ്റർ ഫിജോ ഹാരിഷ്, മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാൻ, YMCA ദേശീയ സമിതി അംഗം സാജൻ വേളു, ടേസ്റ്റ് സെറ്റ് ഓൺലൈൻ ഹോംലി ഫുഡ് പോർട്ടൽ സ്ഥാപകരായ പാർവതി B നായർ, രാകേഷ്, കൊച്ചി ഇൻഫോ പാർക്കിലെ IT പ്രൊഫഷണൽ ഡീന വർഗീസ്, ഗാന്ധികനായ പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദ് ചമ്പക്കര, കൊച്ചി ഇൻഫോ പാർക്കിലെ IT പ്രൊഫഷണൽ ആതിര മോഹൻ, ഹാബിറ്റാറ്റിലെ എഞ്ചിനീയർ രാജേഷ് കുമാർ, ഫ്രീലാൻസ് എഴുത്തുകാരി രശ്മി ജയ്മോൻ, കേരള ബ്രേക്കിംഗ് ന്യൂസ് വീക്ക്ലി CEO ഹരീഷ് സെയ്ദ്. കേരളത്തിൽ പതിവില്ലാത്ത വിധം മാധ്യമം ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയ കടന്നു കയറുന്നു, അതിക്രമങ്ങൾ കാണിക്കുന്നു, പലരുടെയും വിവാഹം മോചനത്തിൽ കലാശിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിൻ്റ് മീഡിയയിലാണ് ഇതിപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. വായിക്കുന്നവർക്കൊക്കെ ചെറിയൊരു ഞെട്ടലുണ്ട്. കേരളത്തിലെ ഈ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ടും ചാറ്റിംഗ് വരുന്നതുകൊണ്ടും ആളുകൾ അപ്പോഴേ തന്നെ ഡിവോഴ്സ് ചെയ്ത് അടുത്ത കല്യാണം ആലോചിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കേരളത്തിലുണ്ടോ? എന്നാൽ ഈ സംഭവത്തിനെ ആൾക്കാർ പെരുപ്പിച്ച് കാണിക്കുകയാണ്. താങ്കളുടെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ളത് താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? പെരുപ്പിച്ച് കാണിക്കുകയല്ല, സംഭവമുണ്ടെന്ന് മാത്രമല്ല, അത് സാമാന്യത്തിൽ കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് വേണം പറയാൻ. അപ്പോൾ അതിൽ കൂടുതലാണ് താങ്കളുടെ? തീർച്ചയായിട്ടും. ഇപ്പം ഈ ഞങ്ങളിപ്പോൾ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടൊരു സംഗതി, അതിന് ഒരു ഒറ്റ കേസോ ഒരു പരാതിയോ പോലീസിൽ കിട്ടിയിട്ടില്ല എന്ന് കൂടെ താങ്കൾ മനസ്സിലാക്കണം. വാട്സാപ്പിൻ്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ അനുസരിച്ച് വെബ് ആപ്ലിക്കേഷൻ്റെ ഒരു ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതൊരു വ്യക്തിക്കും വേറൊരു സിസ്റ്റത്തിലിരുന്നുകൊണ്ട് വാട്സാപ്പ് മെസ്സേജ് മുഴുവൻ കാണാനുള്ള സംവിധാനമുണ്ട്. അതിന് പ്രൈവസി വയലേഷൻ ഒന്നും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും 27ഓളം ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് ഇതിൻ്റെ പുറത്ത് മാത്രമായിട്ടുള്ളതായിട്ട് എനിക്ക് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് വളരെ സ്നേഹപുരസ്സരം ഭർത്താവ് ഒരു മൊബൈൽ സമ്മാനിക്കുന്നു. സമ്മാനിക്കുന്നതിന് മുമ്പ് ആ മൊബൈലിലെ ബാർകോഡ് അവനവൻ്റെ മൊബൈലിലേക്ക് സ്കാൻ ചെയ്ത് കയറ്റിയിട്ടാണ് അദ്ദേഹം സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യ സംശയം കൊണ്ടാണോ അതോ സംശയിക്കുന്നത് കൊണ്ടാവാം, തമാശയ്ക്കാവാം, എന്താ കാരണം എന്നുള്ളത് ചോദിക്കാനായിട്ട് ഇതുവരെ ഭാര്യയുടെ സഞ്ചാരങ്ങൾ അറിയുക എന്നതായിരിക്കും മുഖ്യ ലക്ഷ്യം. ഏത് ബന്ധത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു സ്വഭാവം നിലനിർത്താനായിട്ട് കുറച്ച് രഹസ്യങ്ങൾ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കുന്ന രീതിയിലുള്ള രഹസ്യം സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവകാശം നിലനിർത്തേണ്ട ആവശ്യമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കാരണം ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള രഹസ്യ സൂക്ഷിപ്പിനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഈ പറഞ്ഞ പ്രസ്തുത കേസുകളിൽ 27ഓളം കേസുകൾ ഇങ്ങനെ വരികയും അതിനകത്ത് ആ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ, കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നത് കാരണം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്റ്റിഗ്മ കാരണം തന്നെ പലപ്പോഴും പരാതികൾ മുൻപോട്ട് വരാതിരിക്കുകയും ഈ തരത്തിലുള്ള ശൈഥില്യങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു പോലീസ് പ്രോബ്ലം അല്ല, സാമൂഹ്യ പ്രശ്നമാണ്. കേരളത്തിൽ ഏത് സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ പ്രകടമായിരിക്കുന്നത്? കേരളത്തിൽ എല്ലാ സ്ഥലത്തും നല്ലപോലെ പ്രകടനം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. താങ്കളുടെ അനുഭവത്തിൽ വന്നതിൽ ഏറ്റവും പൈശാചികമെന്നോ ക്രൂരമെന്നോ നിർദ്ദയമെന്നോ ഒക്കെ പറയാവുന്ന സംഭവം ഏതായിരുന്നു? ഒരു കാര്യം എല്ലാ പൊതുജനങ്ങളോട് മൊത്തം ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സുതാര്യമാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പൂർണ്ണമായും അടച്ചുറപ്പോടുകൂടി നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ കമ്പ്യൂട്ടറും ഞാനും മാത്രം ഉള്ള ഒരു ലോകം എന്ന് കരുതിക്കൊണ്ട് ഏറ്റവും എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല സാധനങ്ങളും
അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഈ ലോകത്ത് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അതുകൂടാതെ ഇപ്പോൾ വന്ന് ഈ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് തന്നെ തൊട്ടടുത്തിരിക്കുന്നവൻ്റെയും അതിന് പോലീസിൻ്റെ ഒന്നും സഹായം ആവശ്യമില്ല, വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സുതാര്യതയും സ്വകാര്യതയും നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ താങ്കളുടെ അനുഭവത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കുളമായ കുടുംബങ്ങൾ കേരളത്തിലുണ്ട് കാര്യമായിട്ട് അല്ലേ? ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്ക് വളരെയധികം വിഷമം തോന്നത്തക്ക രീതിയിൽ മക്കൾ പെരുമാറിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒരു പ്രത്യേക കേസ് ഞാൻ വേണമെങ്കിലൊന്ന് സൂചിപ്പിക്കാം. 16 വയസ്സുള്ളൊരു പെൺകുട്ടിയെ നിരന്തരം ഒരു പുറത്തുള്ള ഒരു 22-കാരൻ പീഡിപ്പിക്കുന്നു, പുറകെ നടക്കുന്നു, ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്ന ഏകദേശം ഒരു കൊല്ലത്തോളമായി മുമ്പിൽ വന്ന മാതാപിതാക്കൾ ഈ കുട്ടിയും എൻ്റെ മുമ്പിലെത്തുകയുണ്ടായി. ഈ മാതാപിതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി പറഞ്ഞതെല്ലാം ശരിയാണെന്നാണ് കുട്ടി പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി രഹസ്യമായിട്ടൊരു നോട്ട് എനിക്ക് വെക്കുകയുണ്ടായി. അതിൽ നിന്ന് എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും സംസാരിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് 22 വയസ്സുകാരനുമായിട്ട് ഏകദേശം 12 വയസ്സ് തൊട്ട് ഈ കുട്ടി നിരന്തരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലൊരു അഗാധ ബന്ധം രൂപപ്പെട്ട് കഴിഞ്ഞു. ആ ബന്ധം രൂപപ്പെട്ടത് മാതാപിതാക്കളെ അറിയിക്കാതെ പോലീസിൽ അറിയിച്ച് താല്പര്യക്കുറവ് തോന്നിയ കാമുകനെ വരുതിക്ക് നിർത്താൻ വേണ്ടി 16 വയസ്സുകാരിയുടെ തന്ത്രമായിരുന്നു. ഇത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തോടുകൂടി എനിക്ക് നിയമപരമായിട്ട് മാതാപിതാക്കളെ അറിയിക്കാതെ തരമുണ്ടായിരുന്നില്ല. ബോധം കെട്ട് കിടക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട ജോലിയായി എൻ്റെ പോലീസുകാർക്ക് പിന്നീട്. ആ കുടുംബ ബന്ധം ഇന്ന് വരെ പഴയ രീതിയിലാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടോ ഞങ്ങളുടെ കൗൺസിലർ ശ്രമിച്ചിട്ടോ അവരുടെ ബന്ധുക്കൾ ശ്രമിച്ചിട്ടോ സാധിച്ചിട്ടില്ല എന്നുള്ളതും ആ വിടവ് വലിയൊരു വിടവായിട്ട്, അതായത് എൻ്റെ കുഞ്ഞ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉത്തമ ഉദാത്ത വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഒരു മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. അത് തിരിച്ചറിയുന്ന ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശൈഥില്യത്തിൻ്റെ ഒരു നിമിഷമായി മാറുകയാണ്. ദുഃഖകരമായ അവസ്ഥയായിരിക്കും. ജയന്തി, അദ്ദേഹം പറഞ്ഞത് ഒരു ഷോക്കിംഗ് സംഭവമാണ്. കാരണം നമ്മൾ മീഡിയ കവർ ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതലാണ് യഥാർത്ഥ സംഭവം എന്ന് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ ഇത് വായിച്ചു പോകുമ്പോൾ ഇത് എഴുതുന്ന ഒരാളിൻ്റെ ഭാവനയ്ക്ക് അനുസൃതമായി അയാൾ ചെയ്തു കൂട്ടുന്ന വിക്രിയകളാണ് ഇതൊക്കെ എന്നും കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ മീഡിയ വന്നപ്പോൾ കുറച്ചുകൂടെ പ്രൊജക്റ്റഡ് ആവുകയാണ് എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ. എന്നാൽ ഒരു അനുഭവസമ്പന്നനായ ഒരു പോലീസ് ഓഫീസർ പറയുമ്പോൾ നമുക്ക് അവിശ്വസിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. ജയന്തിയുടെ ഒരു വിശ്വാസം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് നിരന്തരം കൂടിക്കൊണ്ടുവരികയാണ്, ദിവസം പ്രതി ഇത് കൂടിക്കൊണ്ടുവരികയാണ്. പക്ഷേ അതിന് ഇന്റർനെറ്റ് ഒരിക്കലും നമ്മളെ ആക്രമിക്കാറില്ല, നമ്മൾ അങ്ങോട്ടാണ് പോവാറ്. ഒരിക്കലും നമ്മളെ ഉപയോഗിക്കാറില്ല, നമ്മൾ അങ്ങോട്ടാണ് ഉപയോഗിക്കാറ്. പലരും ഇതൊരു ടെൻഷൻ, ഒരു ഫ്രസ്ട്രേഷൻ ബസ്റ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് തെറ്റാണ്. വളരെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ കുടുംബ ബന്ധം ശിഥിലമാകുമ്പോഴാണ് ഒരു പരിധിവരെ ഇത് ഇൻ്റർനെറ്റിനെ ഉപയോഗിക്കുന്നവരൊന്നും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ പോസിറ്റീവ് സൈഡും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്നും മനസ്സിലാക്കുന്നില്ല. അത്തരത്തിൽ വരുമ്പോൾ അത് എനിക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ, ഞാൻ പറയുന്നില്ല ആരാണെന്ന്, പക്ഷെ എനിക്ക് വളരെ അടുത്ത അമ്മ മോനെ SMS അയച്ച് ഫുഡ് റെഡിയായി എന്ന് പറയുന്ന ഒരു വീടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അവരുടെ ബന്ധം വേർപിരിഞ്ഞില്ല, പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അവരെ മനസ്സിലാക്കി. എല്ലാം ഒരു ചർച്ചയിലൂടെ അവസാനിക്കുമല്ലോ. ഒരു ഫേസ്ബുക്കിലൂടെയോ ഒരു വാട്സപ്പിലൂടെ ഒരു സ്മൈലി അയക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് സാർ ഒന്ന് നോക്കി ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത്തരം ഈ ഒരു കപടമായി ചിരിയുടെ പുറകെ പോകുന്നത്? അത്തരം നമ്മളെ മനസ്സിലാക്കുക, കുറച്ചുകൂടെ റിയാലിറ്റി, കണ്ണ് തുറന്ന് ജീവിക്കുക, തല താഴ്ത്തിപ്പിടിക്കാതെ തല ഉയർത്തിപ്പിടിക്കുക. മനഃശാസ്ത്രജ്ഞൻ എന്താ പറയാനുള്ളത് ഇതിനകത്ത്? അതിങ്ങനെയുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൗമാരക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് എങ്ങനെയാ? ഇപ്പോൾ വീട്ടമ്മമാരുടെ ഇടയിൽ വളരെയധികം ഇതിന്റെ ദുരുപയോഗം. എനിക്ക് തോന്നുന്നു വീട്ടിൽ ആള് കുറഞ്ഞതൊരു കാര്യമാണോ? കാര്യം ഈ ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആയപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ചിലപ്പോൾ വീട്ടമ്മ തനിച്ചാവുന്നു, വീട്ടിൽ വേറെ മക്കളാരും കാണില്ല. തീർച്ചയായിട്ടും. അതുകൂടാതെ ഇപ്പം പണ്ടൊക്കെ നമുക്കൊരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം ഇപ്പൊ ഇല്ല. അത് രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാർ, ചിലപ്പോൾ ഒരാൾ ജോലിക്ക് പോകുന്ന ആൾ വൈകുന്നേരം വന്നിട്ട് ഇവർക്ക് ഒരുമിച്ച് ഇരിക്കാനും ഉള്ള ഒരു സമയമൊന്നുമില്ല. അപ്പം എല്ലാവരും നമ്മളിപ്പം കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ കുനിഞ്ഞ് വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുവഴിയുള്ള ബന്ധങ്ങളുടെ ഒരു മിസ്യൂസ്, അതായത് അറിഞ്ഞുകൂടാത്ത അകലങ്ങളിലിരുന്ന ആളുകൾ സൗഹൃദം സ്ഥാപിക്കുകയാണ്. അല്ല, മാഡം വിചാരിക്കുന്നുണ്ടോ യഥാർത്ഥം ഇപ്പോൾ വാട്സപ്പ് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉയർത്തുന്ന സാധ്യതകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ
നിങ്ങളൊക്കെ ഇത് ഒഴിവാക്കി മര്യാദവാന്മാരായിട്ട് ജീവിക്കാൻ പറഞ്ഞ കേരളത്തിൽ ആരെങ്കിലും? നമുക്കിനി ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. മറിച്ച് ദുരുപയോഗത്തിന് ഒരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമുള്ള സമയമാണ്. കാരണം സാർ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത ഞങ്ങൾ ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ എടുക്കുന്നത് കൊണ്ടറിയാം. കൗമാരക്കാർ മാത്രമല്ല, അമ്മമാർ, പ്രായമുള്ള സ്ത്രീകളൊക്കെ പല രീതിയിൽ, ചിലർ സാമ്പത്തിക വയസ്സായ കാലത്ത് വേർപിരിഞ്ഞു പോയവരുണ്ടോ? തീർച്ചയായിട്ടും റിസൾട്ട് പോലെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ പ്രണയം, സ്നേഹത്തിനൊക്കെ പ്രായമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കേസുകൾ 50 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള കേസുകൾ നമുക്ക് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഒരാളുകൾ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെ ചിലപ്പം ജെന്യുവനായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും, ചിലപ്പം ഫേക്ക് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കും. പക്ഷേ ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു തകർച്ചയിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കും. നിങ്ങൾ നെറ്റ് കാര്യമായിട്ട് ഉപയോഗിക്കുന്ന 2 പേരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സ്ഥാപനം നന്നായൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ കാര്യത്തിൽ? നിങ്ങളിപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഓൺലൈൻ ചാറ്റിങ്ങിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ചാറ്റിംഗ് കൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു പോയവരാ? സംവാദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എല്ലാവരും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇനി സോഷ്യൽ മീഡിയക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സ്റ്റാർട്ടപ്പ് പോലുള്ള ഒരു ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഉയർന്നു വരിക, അവർക്ക് മാർക്കറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം സാറ് പറഞ്ഞ കേസ് തന്നെ എടുക്കും. അതെന്ന് വെച്ചാൽ ശരിക്കും അദ്ദേഹത്തിന്റെ മാനസികമായ പ്രശ്നങ്ങളാണ് അദ്ദേഹം ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പം അത് എടുത്തു വെക്കുന്നത്. ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ട്. അതായത് CCTV ക്യാമറ, അത് ഭർത്താവ് ഗൾഫിലാണ്, വീടിന് ചുറ്റും CCTV ക്യാമറ പിടിപ്പിക്കാൻ പറഞ്ഞ ഒരാളുണ്ട്. എൻട്രൻസിൽ ഒരു ക്യാമറ, ഗേറ്റിംഗ് ഒരു ക്യാമറ, ബാക്കിലൊരു ക്യാമറ. ബിക്കോസ് അതൊരു ടെക്നോളജീനെ അദ്ദേഹം അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. ശരിക്കും ഒരു പോസിറ്റീവ് സൈഡ്, എന്റെ ഭാര്യ സെക്യൂർഡ് ആണെന്ന് അറിയാനും ചെയ്യാം. ഭാര്യയെ സംശയിച്ചു മാത്രമല്ല, നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ആക്ച്വലി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്റെ ഭാര്യ പോസിറ്റീവ് ആണെന്ന രീതിയിൽ ചെയ്യാം, പക്ഷെ എന്റെ ഭാര്യ നെഗറ്റീവ് ആണോ എന്നറിയാനും ചെയ്യാം. അപ്പൊ നമ്മളത് എങ്ങനെ ചിന്തിക്കും? രണ്ടാമത് പറഞ്ഞ സംഭവിക്കും. അതെ, നമ്മൾക്ക് ശരിക്കും കേൾക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞാണ് കൂടുതൽ സംഭവിക്കാനുള്ള ചാൻസ്. ആക്ച്വലി അതിൽ സോഷ്യൽ മീഡിയനെ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ, സോഷ്യൽ മീഡിയ അനവധി വഴികൾ തുറന്നു വരുന്നുണ്ട്. അതായത് വെച്ചാൽ നമുക്ക് പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാം. പക്ഷെ ബന്ധങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഭാര്യമാര് മീൻസ് പെണ്ണുങ്ങൾ മറ്റുള്ളവരെ തേടി പോകുന്നു. ആക്ച്വലി സോഷ്യൽ മീഡിയ ഒരു വഴിയാവുന്നേ ഉള്ളൂ. അതായത് ഉള്ളവനേക്കാളും നല്ലതാണ് ഇനി കിട്ടാനുള്ളവനെന്ന് വിചാരിച്ചിട്ടാണ് കയറി പോകുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും അതല്ല നല്ലത്, ഇതിനേക്കാളും നല്ലത് ഇതാണെന്ന്. മീൻസ് അതായത് ആ ഫ്ലക്ച്വേഷൻ ഓഫ് മൈൻഡ് സ്റ്റേറ്റ് ആണ് ശരിക്കും സോഷ്യൽ മീഡിയ അത് ആക്സിലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഒരിക്കലും കുറ്റക്കാരനല്ല. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു ടെക്നോളജിയും നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. ഒരുപാട് സാധ്യതകൾ. ഇപ്പം ഞാൻ പറയാനുള്ള മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഇന്ന് രാവിലെയും എനിക്ക് ഒരുപാട് SMS വന്നുകൊണ്ടിരിക്കുകയാണ്. ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചിട്ട് മനുഷ്യർക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത രീതിയിൽ ദേവാലയങ്ങളിൽ നിന്ന് വരുന്ന സൗണ്ട് പൊല്യൂഷനെ കുറിച്ച്. പണ്ട് ഈ ദേവനെ സ്തുതിക്കാനായിട്ട് കീർത്തനം പാടാനായിട്ട് ആൾക്കാരെ നിർത്തിയിരുന്ന കാലത്ത് നിന്ന് നമ്മൾ വളരെയധികം പുരോഗമിച്ചു. ഇപ്പം പണ്ടാണ് കാസറ്റ് ഒന്ന് മാറ്റിയിടണമായിരുന്നു, അതിൻ്റെ ആവശ്യം പോലും ഇല്ല. അത് കുത്തിയിട്ടങ്ങ് പോയാൽ ഇയാൾ സുഖമായിട്ട് അദ്ദേഹത്തിന് കിടന്നുറങ്ങാം, ബാക്കി ചുറ്റുവട്ടത്തുള്ള എല്ലാവരും എഴുന്നേറ്റിരിക്കണം. ഇപ്പം ഈ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് പക്വതയില്ലാത്തൊരു ജനതയുടെ കയ്യിലാണ് ഈ ടെക്നോളജി കിട്ടുന്നതെന്നുള്ള തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ ടെക്നോളജി ഉപയോഗിക്കാൻ. സോഷ്യൽ മീഡിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും കാലത്ത് അനുഭവം വെച്ച് ഈ പറഞ്ഞ എല്ലാ ടെക്നോളജിയും വന്നപ്പം അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും കണ്ടുപിടിച്ചിട്ട് ആറ്റം ബോംബിന് വേണ്ടി ഉപയോഗിക്കണോ അതോ എനർജി ജനറേഷന് വേണ്ടി ഉപയോഗിക്കണോ എന്നുള്ളത് മനുഷ്യൻ്റെ കയ്യിലുള്ള ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനം ബുദ്ധിപരമായിട്ട് എടുക്കാൻ, വിവേകത്തോടുകൂടി എടുക്കാൻ കഴിവില്ലാത്തൊരു ജനസമക്ഷമാണ് നമ്മൾ സമർപ്പിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമ്പോൾ ഒരു വാക്കും കൂടെ താങ്കളോട് ഞാൻ പറഞ്ഞോളട്ടെ. സൈബർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഞങ്ങളിപ്പോൾ കോയിൻ ചെയ്തിട്ടുണ്ട് പോലീസുകാർ. സൈബർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ, നെറ്റിലേക്ക് കയറുന്നതിന് മുമ്പ്, ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ഞാൻ ഇതിലേക്ക് പോകുന്നതെന്ന് തീരുമാനിക്കണം. ആ തീരുമാനം മാത്രം നടപ്പാക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങും എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നെറ്റ് ആക്സസ് ചെയ്യുന്ന എത്ര പേര് ഈ കൂട്ടത്തിലിടുന്നൊരു ആത്മപരിശോധന നടത്തിയാൽ കൊള്ളാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാം നടക്കും. ഞാൻ എൻ്റെ ബിസിനസ് പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നു, അതിനകത്ത് അതല്ലാതെ മറ്റ് വരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് പോരാനുള്ള ചങ്കൂറ്റം നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും ഇല്ലാത്തടത്തോളം ഞങ്ങൾ പോലീസുകാർ ഇത്തിരി ദോഷേക ദൃക്കുകളായി പോയാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വീട്ടിലെ ഏകാന്തമായ ചുറ്റുപാട്, മുറിയിൽ തനിച്ചിരിക്കുന്നു, ഫ്രണ്ടിൽ അനന്തമായ സാധ്യതകൾ തുറന്നിരുന്ന ഒരു കമ്പ്യൂട്ടർ എന്നുള്ളൊരു ചെറിയ ഉപകരണം, അതിലൂടെ നമ്മൾ കയറി ലോകത്തേക്ക് അങ്ങ് യാത്ര തുടങ്ങുന്നു. എന്താ അഭിപ്രായം? ഇപ്പൊ എല്ലാം ഈ അണുകുടുംബായതിന്റെയാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. കാരണം അമ്മയ്ക്ക് കുട്ടികളോട് സംസാരിക്കാൻ നേരമില്ല,
അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ഫോണും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ടൈം ഇല്ലാതെ വരുമ്പോഴാണ് ആ ഒരു രീതി വരിക. അല്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഒരു വ്യവസായമൊക്കെ നടത്തുകയാണല്ലോ, ടൈം ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? അത് നമ്മൾ വെറുതെ പറയില്ലേ ടൈം ഇല്ല ടൈം ഇല്ല? ഞങ്ങള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഈ ഇന്റർനെറ്റിന് മുമ്പിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ അതിന്റെ മുമ്പിൽ ഇരിക്കാനായിട്ടുള്ള ടെംപ്റ്റേഷൻ കുറവാണ്. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി ഓൺലൈൻ പ്രൊമോഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പോസിറ്റീവ് സൈഡ്സ് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. മീൻസ് നെഗറ്റീവ് സൈഡ്സ് ഇപ്പൊ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ അറിയാം. നമുക്കെന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരു പർട്ടിക്കുലർ ഏജുള്ള ആൾക്കാർ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് അങ്ങനെ നമുക്ക് സ്പെസിഫൈഡ് ആയിട്ട് ഒരു ഏരിയയിലേക്ക് മാത്രം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം വേറെ ഏത് മീഡിയ, ഒരു പേപ്പർ ആയാലും ഇപ്പോൾ ചാനലിലായാലും ഒക്കെ നമ്മൾ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി എമൗണ്ട് വേണം. പക്ഷേ അത് സോഷ്യൽ മീഡിയ ചെയ്യുമ്പം അതിൻ്റെ ഒരു 1/10 അല്ലെങ്കിൽ 1/50 അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ആവും. അതിനുള്ള റിസൾട്ട് ഭയങ്കരമായിട്ട് നമുക്ക്, കാരണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു പോയിന്റിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. എനിക്കറിയാം താങ്കൾ ഇതിൻ്റെ ഒരുപാട് സഹിച്ച ഒരാളാണ് എന്നുള്ള നിലയിൽ അല്ലേ, ഈ സൈബർ ആക്രമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരാളാണ്. എന്തായിരുന്നു ഇതിൻ്റെ സാഹചര്യം ഉണ്ടായത്? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ ഒരു കമന്റ് ഇട്ടു. അതിനുശേഷം അത് ഡോക്ടർ ഷാനവാസ് എന്ന് പറയുന്ന നിലമ്പൂർ ആദിവാസി കോളനികൾ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിൽ പോയി ഒരു കമന്റ് ചെയ്തു. ആ കമന്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തെങ്കിൽ പോയി, ഞാൻ പുറത്തേക്ക് പോയി. ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ ഫേസ്ബുക്ക് ലോഗിൻ ആവുമ്പോൾ ഏതാണ്ട് 140ഓളം നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 144 അല്ല 148 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നെയും ഭർത്താവിനെയും തെറി വിളിക്കുന്നതായിരുന്നു. മുഴുവനായിരുന്നു. പിന്നെ ഇൻബോക്സുകൾ നിറഞ്ഞു കിടന്നു ചീത്തവിളിയോടുകൂടി. ഈ തെറി വിളിക്കാനായിട്ടുള്ള ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ ഫേസ്ബുക്കിൽ? ഉണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ട് സൈബർ കൊട്ടേഷൻ ടീംസ് ഉണ്ട്. കാരണം സൈബർ കൊട്ടേഷൻ ടീംസ് ഉണ്ടെന്നുള്ളത് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. അപ്പൊ അവര് ചീത്ത വിളിച്ചു. അപ്പൊ ഇതെന്താണ് സംഭവം എന്നറിയാൻ ഞാൻ ഈ പോസ്റ്റ് ഇട്ട വ്യക്തിയോട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ ഡോക്ടർ ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ട ആരെവിടെ പോസ്റ്റ് ഇട്ടാലും തെറിവിളി ഉറപ്പാണ്, ഏത് കമന്റ് ചെയ്താലും അവർക്ക് ചീത്തവിളി ഉറപ്പാണ്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ ഇതെന്ന് ഞാൻ തീർത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം നേരെ നിലമ്പൂർക്ക്, ഏറ്റുമാനൂരത്ത് നിലമ്പൂർക്ക് പോവുകയാണ്. നിലമ്പൂർക്ക് പോയി ഡോക്ടറുടെ മാതാപിതാക്കളെ കണ്ടു. മാതാപിതാക്കളെ കണ്ടപ്പോൾ അവർക്ക് ഈ മരണത്തിൽ സംശയമുണ്ട്. ഈ സംശയമുണ്ടെന്ന് പറയുന്ന വസ്തുത അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. മലപ്പുറത്താണ് ഈ കേസ് നടക്കുന്നത്, നിലമ്പൂർ വടപുറം. പോലീസ് തയ്യാറാകുന്നില്ല, മാധ്യമങ്ങൾ താല്പര്യക്കുറവ് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരിക്കാം. ഈ ഡോക്ടർ ഷാനവാസിന്റെ ഇത് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. അപ്പോൾ വേറെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഞങ്ങൾക്കൊരു ഇടപെടൽ കുറവാണ് എന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിതൊരു വാർത്തയാക്കിയ ശേഷം ശരിക്കും പറഞ്ഞാൽ 2016 മാർച്ച് 18 ആദ്യത്തെ വാർത്ത പുറത്തു പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു പരിചയവുമില്ലാത്ത, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഏതാണെന്ന് പോലും അറിയാത്ത ഏതാണ്ട് ഒരു 40ഓളം ഐഡികളിൽ നിന്നാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. അപ്പൊ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ? 40,000 വരുമോ ഈ 40 എന്നുള്ളത്? അങ്ങനെ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും വരും. കാരണം അത് ഫ്ലവേഴ്സിന് തന്നെ അനുഭവമുള്ളതാണ് അല്ലേ. ഡോക്ടർ ഷാനവാസിന്റെ മരണം ശേഷം എന്ന ഒരു പ്രോഗ്രാം ചെയ്തതിന്റെ പേരിൽ ഫ്ലവേഴ്സിന്റെ പേജിൽ നടന്ന തെറിവിളികൾ ലൈവായിട്ട് ജനം മുഴുവൻ കണ്ടതാണ്. അത് ഇന്നിപ്പം ഞാൻ ഷാനവാസിന്റെ പേര് നടക്കും. നല്ല കച്ചവടമായിരുന്നു, നല്ല സൂപ്പർ പോളിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു 4 തലമുറയ്ക്കൊക്കെ തികയുന്ന തെറിയാ വന്നിരുന്നു. സർ, ഇത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഇതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക്, ഒരു എന്താ പറയാ, പിന്നെ ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല. പക്ഷെ ഇതിന്റെ ദുരുപയോഗം, ഇത് എങ്ങനെ ദുരുപയോഗിക്കാം, ഇതിന്റെ ആ ദുരുപയോഗത്തിന്റെ വശങ്ങളെ കുറിച്ച്, അതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കുറെ സൈബർ മാനസിക രോഗികളുണ്ട്. അവരാണ് ഇത് നശിപ്പിക്കുന്നത്. നമ്മുടെ വക്കീലിനോട് ചോദിക്കാം, ഇങ്ങനെയുള്ള മനോരോഗികളെ കണ്ടിട്ടുണ്ടോ? സൈബർ മനോരോഗികൾ എന്നൊരു പ്രയോഗം തന്നെ നടത്തി. തീർച്ചയായും ഇങ്ങനെയുള്ള മനോരോഗികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ രീതിയിലുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയോട് നമ്മൾ മുഖം തിരിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യകതയില്ല, അതിനെ പേടിക്കണ്ട. താങ്കൾ എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്? ഞാൻ എനിക്ക് ഫേസ്ബുക്ക് ഇല്ല. ഫേസ്ബുക്ക് ഞാൻ എടുത്തിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടല്ലോ സാധ്യതയെക്കുറിച്ച് ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ടില്ല. ഫേസ്ബുക്ക് ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഇതിനോട് നമ്മൾ മുഖം തിരിച്ച് നിൽക്കേണ്ട ആവശ്യകതയില്ല. ഇതിനെ പേടിക്കരുത്. ഭയപ്പാടോടുകൂടി ഈ സോഷ്യൽ മീഡിയകളെയോ ചാറ്റിങ്ങിനെയോ നമ്മൾ സമീപിക്കരുത് ഒരിക്കലും. നമ്മൾ സമീപിക്കുമ്പോൾ അതിലെ ഏതൊരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റിനും ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ രീതിയിൽ മാത്രം ഇതിനെ കാണാൻ ശ്രമിച്ചാൽ മതി.
ഇപ്പം ന്യൂ ജനറേഷനിൽപ്പെട്ട പല കുട്ടികൾക്കും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള നോളേജ് ഉണ്ട്. ഓൾഡ് ജനറേഷനിൽപ്പെട്ട അവരുടെ രക്ഷിതാക്കൾ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കും. അവർക്ക് ഈ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇവരെ ഫ്രീ ആക്കി വിടുന്നു. ഇവർ റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ തോന്നിയാസങ്ങളായിരിക്കാം. അവർക്ക് ആ ഫ്രീഡം കിട്ടുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി നല്ലൊരു അവയർനെസ് ഉണ്ടാക്കുക. അതാണ് ഒരു IT കുറ്റിയോട് ചോദിക്കട്ടെ, മക്കളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ സ്വകാര്യതയിലേക്ക് മാതാപിതാക്കൾ ഇറങ്ങണം എന്നൊരു ആവശ്യകതയിലേക്ക് അദ്ദേഹം ചൂണ്ടുന്നത്. അത് അങ്ങനെ ഇറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടിയാൽ തന്നെ എല്ലാവരും നോക്കണത് ഫോണിലേക്ക് തന്നെ, അല്ലാണ്ട് ഫേസ് ടു ഫേസ്, അല്ലാണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ ആർക്കും സംസാരിക്കണമെന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് സംസാരിക്കണമെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്ന് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യണം. എന്നാൽ മാത്രമാണ് തൊട്ടടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് തന്നെ സംസാരിക്കാൻ ഒരു ഇതുള്ളൂ. ഇപ്പൊ കുറെ ഫ്രണ്ട്സിനെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറിന് നമ്മളെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ തുടക്കം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെയാണ് ആ റിലേഷൻ വളർന്ന് വേറെ റിലേഷൻസിലോട്ടൊക്കെ പോണത്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കൊരു ഫ്രണ്ടിനെ അറിയാം, കല്യാണം കഴിഞ്ഞതാണ്, പക്ഷെ ഇപ്പോഴും ഒരു 10-15 റിലേഷൻസ് എക്സ്ട്രാ ഇപ്പോഴും കൊണ്ടുപോണ്ട്. വലിയ പാടല്ലേ അത്ര. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നെഗറ്റീവ്. അപ്പം നമ്മളെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ. അപ്പം ഇവർ പറയണതിനോട് ഞാനും യോജിക്കുന്നു. മാതാപിതാക്കൾ അതിന്. പ്രവീണ റവങ്കര അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? താങ്കൾ ഒരു എഴുത്തുകാരനാണ്. ഭാവന ചിറക് വിടർത്തിയ പിന്നെ പോകുന്ന പോക്കിന് ഒരു അന്തവും കാണത്തില്ല അല്ലേ? ഇപ്പം നമ്മൾ പിക്കാസോയുടെ ചിത്രങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ രവിവർമ്മയുടെ ചിത്രങ്ങൾ കാണുന്നു. തീവണ്ടിയിൽ ബാത്റൂമിൽ ചിത്രം വരയ്ക്കുന്നവനുമുണ്ട്. അവനെ നമ്മൾ ചിത്രകാരനെന്ന് വിളിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു കഥ എഴുതുന്നു, അതൊരു മാസികയിൽ അടിച്ചു വരണമെങ്കിൽ അതിന് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ പടം വരയ്ക്കുന്നവൻ ഒരിക്കലും വെളിയിലേക്ക് വരില്ല. ശരിക്കുമുള്ള നല്ല ചിത്രകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരനായിരുന്നു പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനൊരു മീഡിയേറ്ററോ അല്ലെങ്കിൽ നിശ്ചിതമായിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു കർക്കശമായിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യാനോ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഈ രാജാ രവിവർമ്മയും തീവണ്ടിയുടെ ബാത്റൂമിൽ പടം വരയ്ക്കുന്നവനും ഒരേ സെക്ഷനിലേക്ക് അവനൊരു വിശാലമായ ലോകം സൈബറിൻ്റെ കിട്ടുകയാണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഇതിന് നല്ലതേത് ചീത്തയാണെന്ന് നമുക്കറിയില്ല. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ കായൽ കണ്ടിട്ടുണ്ട്, പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആഫ്രിക്കൻ പേരുടെ കായലാണ്. ഇതിന് സൗന്ദര്യം ഏതിനെന്ന് ചോദിക്കുന്ന പോലെ ഇത് മിക്സായി വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ പഴയ ഒരുപാട് സുഹൃത്തുക്കളെയും ഒരുപാട് സൗഹൃദങ്ങളെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയോട് വീണ്ടെടുക്കാം. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മൊബൈൽ ഫോണിന്റെ സാധ്യതകളില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പലരും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കാനെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ക്രിമിനൽസ് കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട ഓഫീസർ പറഞ്ഞ പോലെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വലിയ കാര്യമുണ്ട്. ഇതിനകത്ത് കൈകാര്യം ചെയ്ത നല്ലൊരു ശതമാനം ക്രിമിനൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വകാര്യം മാനസിക, ഇപ്പം മനുഷ്യനെല്ലാം മാനസിക രോഗം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് സത്യമാണ്. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് രോഗം പ്രകടമാക്കുന്ന ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേര് അവർ ഇതിന് ബിഹൈൻഡ് കർട്ടനാണ്. ഇവർ ഒളിച്ചിരുന്നിട്ട് വലിയൊരു പരിവേഷം ഇടും. ഇത് കാണുമ്പോൾ ആളുകൾക്ക് വീട്ടിലുള്ള ഭർത്താവിനേക്കാളിൽ കൊള്ളാവുന്നവനാണ് ഈ സാന്നിധ്യം വരുന്നതെന്ന് തോന്നിപ്പോകും. ഇത് സ്വാഭാവികമായി ഇപ്പം ഒരു 5 മിനിറ്റിനിടയിൽ വിവാഹിതകളായ സ്ത്രീകൾ ഒരാൾ വെച്ച് കേരളത്തിൽ ഒളിച്ചോടാൻ ശ്രമിക്കുകയോ ഒളിച്ചോടുകയോ ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയക്കാർ. ഇതൊരു സത്യസന്ധമായ കണക്കാണ്. ഞാൻ വെറുതെ ഇരുന്നിട്ട് ഇതുപോലൊരു അങ്ങയുടെ ചാനൽ പോലെ സംഭവത്തിന് വെറുതെ പറയില്ല, ഫേക്കായിട്ട് പറയില്ല. ബട്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ദാമ്പത്യ ബന്ധങ്ങൾക്ക് പണ്ടും ഉലച്ചിലുണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ഉലച്ചിലൊക്കെ വളരെ അതിൻ്റെ ഇടയിലൊക്കെ തീരുമായിരുന്നു. ഇപ്പോൾ വിശാലമായ ആകാശമാണ്. ഈ ആകാശം നിമിഷങ്ങൾക്ക് ഹൈ മുത്തേന്നടിക്കാൻ ആളുണ്ട്. അപ്പോൾ ഭാര്യയെ ഒന്ന് സ്നേഹിക്കാൻ ഒരു നിമിഷം വൈകും ഭർത്താവ് വൈകും. അപ്പോൾ കാമുകൻ സ്നേഹിക്കാനുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാമുകൻ എന്തെന്നറിയില്ല. ഇവൻ രൂപമുള്ളവനാണോ, ഇവൻ സുന്ദരനാണോ, ഇവൻ്റെ കയ്യിലിരിപ്പൊന്നും അറിയാതെ ഇവൻ്റെ ഈ വേർഡ്സിനകത്ത് വീണ് പോയിട്ട് പിന്നെ അതുപോലുള്ള ബയോഡേറ്റയൊക്കെയാണ് കൊടുക്കുന്നത്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾ ഗൾഫിലാണ്. അയാൾ ഇവിടുന്ന് 10ാം ക്ലാസ് ഒക്കെ തോച്ചിട്ട് ബോംബെയിൽ ഏതോ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ അടിച്ച് അവിടെ എല്ലാവരും എഞ്ചിനീയറാണ്. പുള്ളി എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളി ചാരിറ്റി നടത്തുന്ന ആളാണ്. വലിയ വിശാലമായി ചാരിറ്റി നടത്തും. അപ്പോൾ പുള്ളി എയിം വെക്കുന്നത് 35 പ്രായത്തിന് ശേഷമുള്ള വിവാഹിതകളായ പ്രത്യേകിച്ച് 2 കുട്ടികളുടെ അമ്മയൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പകൽ മുഴുവൻ പുള്ളി സോഷ്യൽ വർക്കും കാര്യങ്ങളും ചാരിറ്റിയുടെ ആളാണ്. രാത്രിയാകുമ്പോൾ പുള്ളി ഇതെല്ലാം ചാരിറ്റിയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതായി മാറുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്നായിട്ട് അപ്പോൾ പുള്ളി വളരെ പ്ലാൻഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രിമിനൽസ് പണ്ട് പിന്നെ ജയന്തി അനിതയുടെയും പിന്നെ ബേണാടിൻ്റെയൊക്കെ ബാത്റൂമിൽ പടം വരച്ചിരുന്നവൻ ഇപ്പോൾ ഇതിനകത്ത് വരയ്ക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും വർക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനൊരു ദിവസം ജിമെയിൽ യൂസ് ചെയ്തായിരുന്നു സൈബർ കഫേ പോയിട്ട്. ലോഗ് ഔട്ടും ചെയ്തിട്ട് വന്നത് രാത്രിയായപ്പോൾ ബ്രദറെ വിളിച്ച് ചോദിച്ചു, ചേച്ചി നെറ്റ് യൂസ് ചെയ്യാനോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, കമ്പ്യൂട്ടർ ഓഫായിരുന്നു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ സൈബർ കഫേയിൽ
പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബ്രദറിനോട് ഹു ആർ യു എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ID യൂസ് ചെയ്ത്. അപ്പോൾ ഹസ്ബൻഡും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്ക് നോക്കാം, ലൈക്ക് സൈബർ കഫേയിലാണല്ലോ. അപ്പോൾ ബ്രദർ പറഞ്ഞു ഹോൾഡ് ചെയ്യുക, ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു 1 കിലോമീറ്റർ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി അവിടെ നേരിട്ട് പോയി കൈയോടെ പിടിക്കുക ചെയ്തത് ഇയാളെ. അപ്പോൾ ഇയാൾ ആദ്യം തർക്കിച്ചു, അങ്ങനെയൊന്നും ഞാൻ സംഭവിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ആരുടെ ചാറ്റ് ചെയ്തിട്ടില്ല. ബ്രദർ ഉടനെ ഇതിൻ്റെ മെയിൽ അയച്ചെന്ന് ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് നാട്ടുകാരെല്ലാം കൂടി അയാളെ കയ്യേറ്റം ചെയ്യുന്നുള്ളൊരവസ്ഥയിലെത്തി. പക്ഷെ ഞങ്ങൾ പിന്നെ ഒരു കോംപ്രമൈസിൽ അങ്ങനെ വീഡിയോ ചെയ്തത്. ആ കോംപ്രമൈസിൽ നമ്മളൊരു ഫോളോ അപ്പ് ചെയ്തു. നമ്മൾ എന്തുകൊണ്ട് ഒരു ചെറിയ പരാതിയെങ്കിലും എഴുതി കൊടുത്തുകൂടാ? ഇവിടെ തുടങ്ങണമെന്ന് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇവിടെ തുടങ്ങണം, നമ്മൾ പ്രതികരിക്കും. പക്ഷെ ആ പ്രതികരണം ഡിസ്കഷനിലല്ല കാര്യം, ഡിസിഷനിലാണ് കാര്യം. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാനായിരുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ മഹത്വം പറയില്ല, പക്ഷേ ഇതിനൊരു ബോധവൽക്കരണം വേണം. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ രക്ഷിക്കാൻ പോലീസുണ്ട്. പോലീസ് എന്തോ ചെയ്തോട്ടെ, രാഷ്ട്രീയക്കാർ ഇടപെട്ടോട്ടെ, പോലീസ് എന്തോ ചെയ്തോട്ടെ. പക്ഷേ എൻ്റെ ഡ്യൂട്ടി ആദ്യം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം സ്കാൻ ചെയ്ത് ഞാൻ ഇടും, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി അവർ അത് അവരുടെ ഭാഗം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പിറ്റേ ദിവസം 2 ദിവസത്തേക്ക് അനങ്ങാൻ പറ്റാത്തൊരു അത്ര എമർജൻസി ഒരു സിറ്റുവേഷൻ. എനിക്കറിയാം സർ, ഞാൻ പാലക്കാടാണ് ജനിച്ചത്, ഐ ബിലോങ് ടു പാലക്കാട്. എനിക്കറിയാം ഇവിടെ ഞാൻ കുട്ടിക്കാലം തൊട്ടേ കുറച്ച് നോട്ടി ആയതുകൊണ്ടായിരിക്കും ഞാൻ എല്ലാ സ്കൂളിൽ പഠിച്ച് നല്ല നല്ല അധ്യാപകരുടെ അന്നത്തെ കാലത്തെ ആ ഒരു നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, നല്ല ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ലഭിച്ചുകൊണ്ടതായിരിക്കും ഞാൻ അത്യാവശ്യം പ്രതികരിക്കുന്ന ഒരാളാണ്. നാട്ടിൻ പുറത്ത് ഇന്നും സിറ്റിയിൽ പിന്നെയും കുറച്ചുകൂടെ പ്രതികരിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് കുറച്ച് പുറകോട്ടാണ്. നമ്മുടെ പ്രതികരണ ശേഷി കൂട്ടിയേ പറ്റൂ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ അത് പോലീസിനെ അറിയിക്കണം. അതല്ലേ, ബുദ്ധിമുട്ടുണ്ടായിട്ട് പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ബഹുമാനപ്പെട്ട IG അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ പറയാം. അതായത് നമ്മുടെ മൊബൈൽ ഫോണ്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുള്ളൊരു മൊബൈൽ ഫോണ് നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒരു ഷോപ്പിലാണെങ്കിൽ പോലും അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുള്ള ഇതാണെങ്കിൽ അവിടെ ആപ്പ്, നമ്മുടെ പിന്നെ മൊബൈൽ വെബുണ്ട്, ആ വെബിലേക്ക് ഇത് സ്കാൻ ചെയ്യുകയാണ്. അതിപ്പോൾ വാട്സാപ്പ് വെബ് എന്ന് പറയുന്ന ഇതിലേക്ക് കയറിയാൽ നമ്മുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കലി അവർ സ്കാൻ ചെയ്തെടുക്കുകയാണ് ആ കടയിൽ. അവരെങ്ങോട്ടാ കൊണ്ടുപോകുന്ന അറിയില്ല. നമ്മുടെ നെറ്റ് ഓണായി ആ നിമിഷം അവർക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മൊബൈലിൽ നമ്മുടെ വാട്സാപ്പിൽ നിന്ന് പോകുന്ന മെസ്സേജ് മുഴുവൻ ഫേക്ക് ആയിരിക്കും. അവരാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാം, പക്ഷേ നാട്ടുകാർ വരെ കൂടി ഈ സ്ഥിതി നമ്മൾ പോലീസിനെ അറിയിക്കണമായിരുന്നു. ഇത്തരം കാര്യങ്ങളുടെ ഒരു അറിവില്ലായ്മയുണ്ട്. അതേപോലെ എനിക്ക് അറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. പോലീസിലെ നമുക്ക് നേരിട്ട് അനുഭവിച്ച ചില കാര്യങ്ങളാണ്. ഒന്ന്, ഈ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ഈ സ്നേഹമൊക്കെ ബന്ധങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID ഈ പാസ്വേഡ് നമ്മൾ നമ്മുടെ ഈ സുഹൃത്തിന് കൈമാറും. പലപ്പോഴും കണ്ടുവരുന്നൊരു രീതിയാണ്. വളരെ സ്നേഹം കൂടി കഴിയുമ്പോഴത്തേന് സുഹൃത്തിന് ഈ പാസ്വേഡൊക്കെ കൊടുക്കും. പിന്നെ ബൈ ചാൻസിലൊന്ന് പിണങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് വെച്ചിട്ടാണ് അവൻ നമ്മളെ ഇത് ചെയ്യുന്നത്. പോലീസിൽ നമ്മളൊരു പരാതി കൊടുത്താൽ പോലീസിന്റെ ജോലി കുറയും. കോട്ടയത്തൊരു സംഭവം ഉണ്ടായി അങ്ങനെ. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ വളരെ സ്നേഹത്തിലൂടെ കോളേജ് ജീവിതത്തിലൊക്കെ വളരെ പ്രേമിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച 2 യുവമിഥുനങ്ങൾ, അവർ ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ ഭാഗത്തുനിന്നൊരു കല്യാണം കഴിക്കും എന്ന സ്റ്റേജിലെത്തിയപ്പോൾ ഒരു നിമിഷം ഉണ്ടായ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രവൃത്തി ദോഷം കൊണ്ട് ഈ പെണ്ണ് പറഞ്ഞു എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരാലോചിച്ചു അങ്ങനെയാണ് വേണ്ട, നിൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കും. അങ്ങനെ വേറൊരാളെ കല്യാണം ആലോചിച്ചു. കല്യാണത്തിന് ഡേറ്റ് എൻഗേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇയാൾ ഗൾഫിലാണ്. അപ്പോൾ അവധിക്ക് വരുമ്പോഴേ കല്യാണം നടക്കുള്ളൂ. ഗൾഫിൽ ഇരുന്നുകൊണ്ട് അയാളൊരു മെസ്സേജ് ഈ വൈഫിന് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ വിളിച്ചു ചോദിച്ചു, എന്താണ് നിൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറേ ഇത് സാധനം വരുന്നുണ്ടല്ലോ, നീ ഇങ്ങനെ മോശമായിട്ട് എന്താണ് എന്നോട് പെരുമാറുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മളും ഇതുവരെ ചാറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഫേസ്ബുക്കിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ എന്താണ് വിഷയം. അപ്പോൾ അയാൾ കുറേ ഇക്കാര്യത്തിൽ കുറേ എഡ്യൂക്കേറ്റഡ് ആയിരുന്നതുകൊണ്ട് അയാളത് കണ്ടുപിടിച്ചു. ഈ പഴയ സുഹൃത്താണ് ഇവളുടെ ID പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് ഈ പ്രസ്തുത വരന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ചീറ്റിങ് നടക്കുന്നു. അപ്പം നമ്മൾ വിശ്വസിച്ചിട്ട് പലപ്പോഴും ഇതിലേക്ക് ചെന്ന് ചാടുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഈ വരായികളെക്കുറിച്ച് അറിയാത്തതൊരു വലിയ പ്രശ്നം. ഈ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ഈ ചതിക്കുഴികളെക്കുറിച്ച് അറിയാനുള്ള ഒരു ഇതൂടെ ഉണ്ടാവും. അല്ല, എനിക്കൊന്ന് ചതിക്കുഴികളൊക്കെ അറിയാവുന്നവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരുണ്ട്, കലാകാരന്മാർ ഉണ്ട്. തീർച്ചയായിട്ടും അവരിതിന്റെ റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പം ഞാൻ പറയും, എനിക്ക് ഒരുപാട് ഇപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ പരിശോധിച്ചാൽ ഒരു 400 ആളുകൾ ഇപ്പം ഈ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ച് കാത്തിരിക്കുക. നമ്മളൊരിക്കലും കൊടുക്കാറില്ല പറഞ്ഞാൽ ഒന്നെങ്കിൽ അയാളുടെ ഫോട്ടോ നമുക്ക് കാണണം, പിന്നെ അയാളുടെ വോട്ട് കയറി ഫോട്ടോ കണ്ടാൽ തന്നെ അത് ഒറിജിനൽ ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബാക്കി നമ്മൾ അയാളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് നോക്കും. ആ ഫ്രണ്ട്സൊക്കെ ആരൊക്കെയാന്ന് നോക്കും. അതിനകത്ത് എനിക്ക് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം.
അങ്ങനെ നോക്കി നമ്മൾ പരിശോധിച്ച് അയാളെ എബൌട്ട് ക്ലീൻ ആയിട്ടും അയാളുടെ വിവരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രണ്ട്സ് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇല്ല, അബദ്ധം പറ്റിയിട്ടില്ല. ഇങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അബദ്ധം പറ്റും. കാരണം ഇത് ഐ സാറിന് അറിയാം, നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആപ്പിലാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് മുഖം നോക്കിയും മ്യൂച്വൽ ഫ്രണ്ട്സിനെ നോക്കിയും നമുക്ക് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളെ സ്വീകരിക്കാം. അത് ശരിയാണ്, വാസ്തവമാണ്. പക്ഷേ അതിലും നല്ല രീതിയിൽ പണി കിട്ടിയ വ്യക്തിയാണ് ഞാൻ. കാരണം എന്നോട് എതിരിടുന്ന കുറച്ച് പേരുണ്ട്. അവര് ഇന്നത്തെ എൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് ആ സെയിം ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ പേരിൽ അതേ പ്രൊഫൈൽ ഉണ്ടാക്കും. ഏതാണ്ട് ഒരു 4 മണിക്കൂർ കൊണ്ട് എൻ്റെ എത്ര മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടോ അവർക്ക് മുഴുവൻ റിക്വസ്റ്റ് കൊടുക്കും, ഇതെൻ്റെ ന്യൂ ഐ ഡി ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത ശേഷം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അതിൽ മ്യൂച്വലാക്കും. അത് കഴിഞ്ഞ് നല്ല സുഹൃത്തുക്കളൊക്കെ വയ്ക്കും. പിന്നെ എൻ്റെ ആ പ്രൊഫൈൽ മാറ്റിയിട്ട് ഒരു പൂവിൻ്റെ പടം ഇടും. അതിനുശേഷം അതേ പ്രൊഫൈലിൽ നിന്ന് പേര് മാറ്റിയിട്ട് എനിക്ക് റിക്വസ്റ്റ് ഇടും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ നല്ല എഴുത്തുകാരായ രാഷ്ട്രീയക്കാരായ എല്ലാ സുഹൃത്തുക്കളും മ്യൂച്വൽ ഫ്രണ്ടാണ്. അപ്പോൾ പൂവിൻ്റെ പടം ഇടുന്നത് ഒരു സ്ത്രീയുടെ പേരായിരിക്കും. അപ്പോൾ സ്ത്രീകൾ സ്വതവേ ഫേസ്ബുക്കിൽ മുഖം പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ബോൾഡായിട്ടുള്ള സ്ത്രീകളായിരിക്കും വരിക. ഇത് കണ്ട് ഞാനൊരു ഇത്തരത്തിലുള്ള ഒരു 8 ഐഡിയെ ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം എൻ്റെ മ്യൂച്വൽ ഫ്രണ്ട്സാണ്. അതിൽ നല്ല ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അറിയാം. ഞാൻ നേരെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇൻബോക്സിൽ തുടങ്ങുന്ന പൊങ്കാലയ്ക്ക് കയ്യും കണക്കും ഇല്ല, ചീത്ത വിളി. അതിന് എൻ്റെ ഫോട്ടോ നേരെ ഡൗൺലോഡ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയി ഇടുക, ചീത്ത വിളിക്കുക. സ്റ്റാറായി കാണുമല്ലോ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഏതാണ്ട് 38,000 ഫോളോവേഴ്സ് ഉണ്ട്. അതിലൊരു 15,000 പേര് അനുകൂലിക്കുന്നവരും ബാക്കിയുള്ളവർ ചീത്ത വിളിക്കാനും. അതല്ലേ നല്ലത്. ഇതിനകത്ത് താങ്കൾ എങ്ങനെ ഇടപെടുന്നത്? മനസ്സമാനമായിട്ട് ജീവിക്കുക. ഇതിനകത്ത് കയറി ഉള്ള മനസ്സമാനം പോകുന്നതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കാറില്ല. താങ്കൾ റിയാക്ട് ചെയ്യാറില്ല ഇങ്ങനെയുള്ള? റിയാക്ട് ചെയ്യാം. ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഞാൻ കൂടുതൽ തന്നെ ഉണ്ട്. ഉണ്ടല്ലേ? അല്ല, ഇതിനകത്ത് ഈ ചേട്ടന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കണ്ടുമുട്ടി. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഭീകരന്മാരെ ഇവർ പുറത്തു വെച്ച് നമ്മളെ നേരിടാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അവരെ ഞങ്ങൾ ഈ നെറ്റിൽ ഒരു അടയാളം കിടക്കുന്ന വല്ല വെട്ടുവല്ലം കിട്ടിയതോ? അല്ല, ഒന്നുമല്ല. അങ്ങനെ ചെറുപ്പത്തിലുള്ള ജന്മനാ കിട്ടിയതോ? അപ്പൊ താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? എനിക്കൊന്ന് ഇദ്ദേഹം ഒരു പക്ഷേ ഇതിനകത്ത് വലിയൊരു ഫൈറ്റിന് തയ്യാറായിരിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആണ്. ചിലപ്പം ഈ ചില കുടുംബിനികളൊക്കെ ആണെങ്കിൽ 2 തെറി കിട്ടുമ്പോഴേ അവർ പേടിച്ച്. ഇല്ല, ഞങ്ങൾ അങ്ങനെ പുറകോട്ട് പോകുന്ന ആൾക്കാരല്ല. അല്ല, എത്ര കിട്ടിയാലും പിന്നെയും പോകും. അത് തീരുമാനമാകുന്നോളം വരെ ഞങ്ങൾ നിൽക്കും. നിങ്ങൾക്ക് ശീലമായി കഴിഞ്ഞു? ശീലമായി കഴിഞ്ഞു. കാരണം കേട്ടിട്ട് മടുത്ത്. അങ്ങനെ അതുകൊണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ? ഇനിയിപ്പോ ഇപ്പൊ ചെയ്തത്, കാരണം ഇപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. കാരണം ഇത് സംപ്രേഷണം ചെയ്യുന്നതോടെ ഈ ഭീകരന്മാർ ഇരട്ടി ശക്തി പ്രാപിക്കാൻ സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് ഞങ്ങൾ പുറത്തിറക്കി അവരെ പോലീസിൽ കൊടുത്തായിരുന്നു. ആണല്ലേ? അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടായോ? ഇപ്പൊ മാഡം പറഞ്ഞ പോലെ പരാതികൾ നിങ്ങൾ ജനം കൂടിയില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അന്നേരം ഒരു നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ഒരു പരാതി. ഇതുവരെ സൈബർ പോലീസിൽ IG ശ്രീജിത്ത് സാർ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് എൻ്റെ ഏതാണ്ട് 8ഓളം പരാതികളുണ്ട്. എനിക്ക് കേരള പോലീസിന് ഒരു കാരണവശാലും ഈ സൈബർ അറ്റാക്കിനെതിരെ കുറ്റം പറയാനില്ല. കാരണം അവരുടെ മാക്സിമത്തിൽ അവർ ചെയ്തേക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേസ്ബുക്കിന്റെ കൺഫർമേഷൻ, ഈ ഐഡികളെ സംബന്ധിച്ചുള്ള കൺഫർമേഷൻ കിട്ടത്തില്ല. അത് കിട്ടാതെ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ID ഇവർ തന്നെയാണ് ഉപയോഗിച്ചതെന്ന് ഫേസ്ബുക്ക് അത് തരുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. ഈയിടെ തന്നെ അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് പറയായിരുന്നു, അവരിതുപോലൊരു ഫേസ്ബുക്ക് കംപ്ലൈൻറ്റ് അമേരിക്കയിൽ നിന്ന് അയച്ചിട്ട് പോലും ഈ ഫേസ്ബുക്ക് അധികാരികൾ പറഞ്ഞു ഞങ്ങൾക്കല്ലാതെ തന്നെ 100 കണക്കിന് കാര്യമുണ്ട്, ഇതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ അവർ എഴുതി തള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കേരള പോലീസ് ഒരെണ്ണം അയച്ചാലുള്ള അവസ്ഥ എന്തുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. എങ്കിലും താങ്കളുടെ അനുഭവം എങ്ങനെ ഈ കാര്യത്തിൽ? ഇപ്പോൾ ഫേസ്ബുക്കിനെതിരായിട്ടൊരു പരാതി ഇവിടുത്തെ സൈബർ സെൽ അയക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ? അതായത് ഇത് ഫേസ്ബുക്കിൻ്റെ തെറ്റല്ല. അല്ല, ഫേസ്ബുക്കിന് ഈ ലോകത്ത് എല്ലാ സൈബർ നിയമങ്ങൾക്കുള്ള ഒരു പരാധീനത 5 രാജ്യങ്ങൾക്ക് ചേർന്ന് ഒരു നിയമം ഇന്ന് വരെ സൈബർ ലോകത്തുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ കുറ്റകൃത്യമെന്ന് നമ്മൾ കരുതുന്ന ഒരു സാധനം, അവമാനകരമെന്ന് നമ്മൾ കരുതുന്ന ഒരു സാധനം, തെറ്റെന്ന് നമ്മൾ കരുതുന്ന ഒരു സാധനം അമേരിക്കയിലൊരു തെറ്റല്ല. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ സൈബർ പൈറസി വലിയൊരു കുറ്റകൃത്യമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പം അവസാനം പുലിമുരുകൻ നെറ്റിലെത്തി എന്ന് പറഞ്ഞ് ഇവിടെ വലിയ വാർത്തയൊക്കെ ഉണ്ടായി. ഈ പുലിമുരുകൻ നെറ്റിലെത്തിയതൊരു വലിയ വിഷയമായിട്ട് പുലിമുരുകൻ്റെ നിർമ്മാതാക്കൾ പോലീസിനെ സമീപിക്കുമ്പോൾ ഇത് നമ്മൾ ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫേസ്ബുക്ക് ID ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫേസ്ബുക്കിന് നമ്മൾ എഴുതുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം, ഇത് കാശ് കൊടുത്ത് നെറ്റിൽ കാണാൻ പറ്റുന്ന സംവിധാനമുള്ള അപ്പോൾ എന്തിനാണ് നിങ്ങളിത് കുറ്റകൃത്യമായി കാണുന്നത്? കാരണം അവരുടെ രാജ്യത്ത് നെറ്റ് റിലീസ് സൈമൾട്ടേനിയസ് ആയി നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട് അങ്ങനെ പുരോഗമിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ ഈ സഹോദരി പറഞ്ഞ പോലെയുള്ള സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത് അമേരിക്കക്കാരനെ സംബന്ധിച്ചുള്ള അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ്.
അതേസമയം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ കുട്ടികളുടെ പോണോഗ്രാഫിയെ സംബന്ധിച്ചതോ ടെററിസത്തിനെ സംബന്ധിച്ചോ ആയിട്ടാണ് ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്ന് വരികിൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ മറുപടി വരുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്, നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അവര് ഈ പറയുന്ന രീതിയിൽ കേരളത്തിനെ അവമതിച്ച് കാണുക, കൊച്ചായി കാണുക, അങ്ങനെയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയാണ്, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ സൈബർ ടെററിസം, സൈബർ പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി, ഇങ്ങനെ അവർക്കൊരു ഗ്രഡേഷനുണ്ട് ഒഫൻസസിന്. ഡ്രഗ്, നർക്കോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ്. അപ്പം നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ നടക്കുന്ന എല്ലാ ഒഫൻസുകൾക്കും നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ അവർ പ്രതികരിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ നമ്മളുടെ ഇപ്പോൾ നീ ഒന്നും നന്നാവില്ലടി ഒരു കമൻ്റാണ് അടുത്ത ദിവസം വന്ന്, നീ ഒന്നും ഒരിക്കലും നന്നാവില്ല, നീയൊക്കെ നശിക്കാൻ ജനിച്ചവളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിക്ക്, നമ്മുടെ നാട്ടിലൊരു വ്യക്തിക്ക് വലിയ അവമാനകരമായിട്ടുള്ള സംഗതിയാണ്. ഇത് ഫേസ്ബുക്കിന് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ഈ ലോകമെമ്പാടും വരുന്ന ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള വെരിഫിക്കേഷൻ അവിടെ നടത്താനായിട്ട് പരിമിതമായ പ്രൊഫഷണൽസ് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമെന്ന് തന്നെ ഞാൻ പറയും ഒരു പരിധി വരെ. കാരണം ഈ തരത്തിലുള്ള ഈ പരാതികൾ വേറെ സ്ഥലത്ത് നിന്ന് പോകുന്നില്ല, പരാതികൾ കേരളത്തിൽ നിന്ന് പോകുന്ന അത്ര ഇതര സംസ്ഥാനങ്ങളിൽ എന്തായാലും പോകുന്നില്ല, ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന അത്രയും ഫേസ്ബുക്ക് റിക്വസ്റ്റ്, ഗൂഗിളിലോട്ട് പോകുന്ന റിക്വസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ സെർവറുകളിലേക്കും നമ്മളുടെ പോലീസിൽ നിന്ന് പോകുന്ന തരത്തിലുള്ള ഫ്രിവലസ് റിക്വസ്റ്റ് പോകുന്നില്ല എന്നുള്ള പലപ്പോഴുള്ള പരാമർശം അവരുടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പലപ്പോഴും നമ്മളോട് ചോദിക്കുക, ഇതിൻ്റെ ക്രൈം നമ്പർ എത്ര, അല്ലെങ്കിൽ ഇതിൻ്റെ നിങ്ങളുടെ CRPC സെക്ഷൻ എത്ര, 91 CRPC അനുസരിച്ച് നമ്മൾ ചോദിക്കണം എന്നൊക്കെയാണ് എൻ്റെ നിയമം. അപ്പോൾ 91 CRPC അനുസരിച്ച് നിങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ അമേരിക്കക്കാരൻ പഠിച്ചു. അവനറിയാം ഇപ്പോൾ നമ്മുടെ നിയമങ്ങളിൽ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്നൊക്കെ അവനറിയാം പല റിക്വസ്റ്റ് കിട്ടിയതിന് ശേഷം. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം, നമ്മളും എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ നമ്മളുടെ എഫക്റ്റീവ് സംവേദനം അല്ലെങ്കിൽ വളരെ ഫലപ്രദമായ സംവേദനം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് പണ്ട് മുതലേ മനുഷ്യർ മുഖാമുഖം കാണണം എന്നുള്ളത് ഒരു പ്രീ റെക്വിസിറ്റ് ആയിരുന്നു. ഉദാഹരണത്തിന് ശ്രീകണ്ഠൻ നായർ ഷോ തന്നെ എടുക്കുക. ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന വാചകങ്ങൾ വേറൊരു വ്യക്തി അതുപോലെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ശ്രീകണ്ഠൻ നായർ ഷോ ആവില്ല. ശ്രീകണ്ഠൻ നായർ ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായർ ഇറങ്ങി വരുന്നതും ഇവിടെ കാണിക്കുന്ന ബഹളവും ചാട്ടവും തുള്ളലും എല്ലാം ചേർന്നാണ്. ഇതിന് പറയുന്നത് കൈനസിക്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ്. ഈ ബോഡി ലാംഗ്വേജ് മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. നേരിട്ട് മനുഷ്യർ പരസ്പരം കണ്ടിട്ടുള്ള സംവേദനത്തിനാണ് പ്രാധാന്യം വേണ്ടത്. അത് വെച്ച് മാത്രമേ നമുക്ക് പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ, സൗഹൃദങ്ങൾ നിലനിർത്താൻ പറ്റൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ ചാറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെ സംബന്ധിച്ചുമുള്ള നിരവധി പരാതികൾ പോലീസിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ സൈബർ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ചില ക്രിമിനൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഈ പറയുന്നതായ സൈബർ പ്രക്രിയകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോ അവർ കൊടുക്കുന്ന പരാതികളോ കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ശാശ്വത എത്രയോ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ മാഡം പറഞ്ഞു 7 കേസുകൾ സാറിൻ്റെ അവിടെ തന്നെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ആയിരക്കണക്കിന് കേസുകൾ. എന്തുകൊണ്ട് ഇത്രയും വികസിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള സൈബർ യുഗം ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് ഈ പോലീസിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്ത് ചെന്നാൽ ഒരു ഓഫീസിൽ കുറച്ച് പോലീസുകാരും അതിൻ്റെ ചെറിയ സംവിധാനങ്ങളേ ഉള്ളൂ. ആയിരക്കണക്കിന് കേസുകൾ വന്നിട്ട് ഞാനൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇത് നിരന്തരമായി വന്നിരിക്കുക, ഞങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളില്ല, അതിന് തക്കതായിട്ടുള്ളതായ ആളുകളെ തന്നിട്ടില്ല. താങ്കൾ പോയ എന്ത് കേസായിരുന്നു? ഞാൻ പോയത് ഒരു ഫേസ്ബുക്കിലൂടെ ഒരു അപകീർത്തിപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പിലൂടെ ഒരു ഇത് പ്രചരിപ്പിച്ചായിരുന്നു. ആ പ്രചരിപ്പിച്ചതിനെതിരായിട്ട് ഒരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത് കുറേ പ്രാവശ്യം അതിനടുത്ത് കയറി ഇറങ്ങി. അത് വിദേശത്ത് വെച്ചാണ് സംഭവിച്ചത്. വിദേശത്ത് നിന്ന് ഈ കേസ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത്, സംഭവം നടക്കുന്നത് ദുബായിൽ, ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മസ്കറ്റിൽ. അപ്പം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സൈബർ സെല്ലിൽ ചെന്ന സമയത്ത് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് UAE-യിൽ നിന്ന് വരുന്നതിനെ ഞങ്ങൾക്ക് പോലീസുമായിട്ട് ടൈപ്പ് ഉണ്ട്, ഒമാനിലെ റോയൽ പോലീസിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഞങ്ങളത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ കാലം ഇങ്ങനെ കയറിയിറങ്ങി.
അപ്പോൾ അത്തരത്തിൽ വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ സാറിന് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് നിലനിൽക്കത്തുള്ള അത് ഓരോ കാലഘട്ടത്തിനും മാറുന്നതിനനുസരിച്ച് അത് പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്കറിയാം, ഇവിടെ ഓർപ്പിച്ചതുപോലെ തന്നെ ഇത് പോലീസ് മാത്രം വിചാരിച്ചാൽ തടയാൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നു? സാറേ തീർച്ചയായിട്ടും ഓരോ ആളിന്റെ വീട്ടിലിരിക്കുന്ന ഒരു യന്ത്ര സംവിധാനമാണിത്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. റിസോഴ്സസിന്റെ ക്രഞ്ച് പോലീസിനോട് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ റിസോഴ്സ് ക്രഞ്ചിനെ നമ്മൾക്ക് കൂടുതലായിട്ട് റിസോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടണമെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ളൊരു ബാക്കിംഗ് വേണം. ഏത് നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിസോഴ്സ് ചോദിക്കേണ്ടതെന്ന് ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ എന്നീ പറഞ്ഞ എല്ലാ സംഗതികളും ഡിഫമേറ്ററിയാണ്. എന്ന് പറഞ്ഞാൽ അപകീർത്തികരമാണ്. താങ്കൾ നേരത്തെ ആ വാക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അപകീർത്തികരമായ ഒരു പരാമർശം സോഷ്യൽ മീഡിയയിൽ നടത്തിയാൽ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലോകത്ത് നടത്തിയാൽ, വെർച്വൽ ലോകത്ത് നടത്തിയാൽ, അതിന് ഇന്ന് പരിഹാരമായിട്ട് 500 IPC എന്നുള്ള വകുപ്പ് അനുസരിച്ച് വക്കീൽ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 499 എന്ന് പറഞ്ഞ വകുപ്പിനാൽ ഡിഫൈൻ ചെയ്യപ്പെട്ട ആ ഒരു കുറ്റകൃത്യമല്ലാതെ വേറൊന്നും ഈ നാട്ടിൽ ഇപ്പം നിലവിലില്ല. മാത്രമല്ല അത് കൊടുത്ത് ശിക്ഷിക്കാനുള്ള സാധ്യതയും വളരെ ചുരുക്കമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ മാർച്ചിൽ സുപ്രീം കോടതി 66A വകുപ്പ് ഡിലീറ്റ് ചെയ്തതോടുകൂടി ഇമേജസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുറ്റകരമല്ലാത്ത ആക്ടായി മാറി. 66A ആണ്. അർത്ഥമുണ്ടോ? ബാക്കിയുള്ള വകുപ്പുകളാണുള്ളത്. ആ ആക്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ രീതിയിൽ സൈബർ ടെററിസത്തിന് നിയമമുണ്ട്, വയലേഷൻ ഓഫ് പ്രൈവസിക്ക് നിയമമുണ്ട്, പോണോഗ്രാഫിക് ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്താൽ അതിന് നിയമമുണ്ട്, സോഴ്സ് കോഡ് കട്ടാൽ നിയമമുണ്ട്, പിന്നെ സൈബർ പൈറസിക്ക് നിയമമുണ്ട്, എല്ലാത്തിനും നിയമമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 66A എന്ന് പറഞ്ഞൊരു വകുപ്പനുസരിച്ച് ഞാൻ താങ്കളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു സന്ദേശം അയച്ചാൽ എൻ്റെ പേരിൽ കേസെടുക്കാനായിട്ടുള്ളൊരു വകുപ്പുണ്ടായിരുന്നു. അത് ദുരുപയോഗം കാരണം എന്ന് സുപ്രീം കോടതി അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ആ നിയമം കൂടെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ ഡിഫമേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അപകീർത്തികരമായ ഒരു പരാമർശത്തിനെതിരെ കോടതി വഴി നടപ്പാക്കാവുന്ന നീതി നിർവഹണമല്ലാതെ വേറൊന്നും യഥാർത്ഥത്തിൽ പോലീസിന് നേരിട്ട്, അത് കോടതി വഴിയാണ്, പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമല്ല. ഈ 500 IPC എന്ന് പറയുന്ന നിയമം അനുസരിച്ച് നീതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതി വഴി വ്യക്തി സമീപിച്ചേ പറ്റുള്ളൂ. അത് സ്പെഷ്യൽ പ്രൊവിഷൻ ആണ്, കോഗ്നിസിബിൾ ഒഫൻസ് ആയിട്ട്. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുകയാണ്. കാരണം കുടുംബ ബന്ധങ്ങളുടെ തകർച്ച പാശ്ചാത്യ സംസ്കാരത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ഒളിച്ചോടി പോകുന്നവർ ഒന്നിൽ 25 വയസ്സുള്ള പെണ്ണും 25 വയസ്സുള്ള ചെറുക്കനും കൂടെ ആയിരുന്നു. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് 15 വയസ്സുള്ള ചെറുക്കനും 35 വയസ്സുള്ള പെണ്ണും കൂടാണ് ഒളിച്ചോടി പോകുന്നത്. അപ്പം അതിനൊരു പരിധി വരെ നമ്മൾ തന്നെയാണ്. അല്ല, നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു ശിഥിലീകരണം പാശ്ചാത്യ സംസ്കാരത്തിനെ കൂടെ കടന്നു വരുന്നത് ഈ സൈബർ യുഗത്തിൽ ഒരു വലിയ അപകടമാണ്. ശ്രീജിത്ത് പറഞ്ഞു ഫേസ് ടു ഫേസ് നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമുക്കൊക്കെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രതിമ ശരീരമാണ് കാണിക്കുന്നത്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ എല്ലാം തത്സമയ കാഴ്ചകളായി മാറിയിരിക്കുകയാണ്. എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞതുപോലെ പ്രതികരിക്കുന്നത് തത്സമയം, നമ്മൾ പ്രതികരണം തത്സമയം, അതുപോലെ തന്നെ എല്ലാം തത്സമയ കാഴ്ചകളായി മാറുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൂഷ്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒളിച്ചോടുന്നതിനെ കുറിച്ച് പറഞ്ഞു. വീട്ടമ്മമാർ ഒളിച്ചോടുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്ന വീട്ടമ്മമാരാണ്. പാൽക്കുളങ്ങരയിൽ നിന്നും ഒരു വീട്ടമ്മയിൽ നിന്നും നൈജീരിയക്കാർ 10.5 ലക്ഷം, നെയ്യാറ്റിൻകരയിൽ നിന്നും 4.5 ലക്ഷം, കടവന്തറയിൽ നിന്നും 7.5 ലക്ഷം. ഈ വീട്ടമ്മമാർ ഈ തട്ടിപ്പിന് ഇരയാകുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചതിക്കുഴിയാണ്. സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴിയാണോ അത്? വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം ആരോടാണ് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതാണ് നമ്മൾ ഭർത്താവിനോട് ചോദിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിക്കേഷന്റെ വിഷയമില്ല ഇത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നമ്മൾ പറയാൻ അല്ല, സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ തന്നെ ഒരു ഭവ്യതയുണ്ട്, അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമ്മൾ സത്യൻ മുഖേരിയെ പോലുള്ളവരെ നമ്മൾ കണ്ടെത്തിയത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയെ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞതുപോലെ നമ്മളുടെ മെന്റൽ സെറ്റിൽ കുറച്ച് മാറ്റം ഉണ്ടാവണം. ഇപ്പം അവിടെ ആരോ ചോദിച്ചു, നമ്മൾക്കിപ്പം സമയം കിട്ടുന്നില്ല, സമയത്തിന്റെ പരിധി. നമ്മളിപ്പം നമ്മുടെ കുട്ടി ഹോസ്പിറ്റലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തും. അതുപോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം, നമ്മളുടെ സമയത്തിന്റെ പ്രിസണേഴ്സ്, തടവുകാരാവരുത്. കാര്യമില്ല, നമ്മൾ ആ സമയം കണ്ടെത്തി അതുപോലെ തന്നെ 7 നെറ്റ് ഓൺ ആണ്.
24/7 ഓണാണ്. ബിക്കോസ് എൻ്റെ മോൻ US പഠിക്കുന്നത്, അപ്പൊ അവിടെ ഡേ ടൈമാണ് ഇവിടെ. പക്ഷെ ഞാനത് വളരെ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എൻ്റെ മഹത്വമല്ല, എനിക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് എൻ്റെ സുഹൃത്ത് വലയങ്ങളിലും വലിയ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അതല്ലാതെ ഒരുപാട് ഇടത്ത് ഞാൻ പറയാം. ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസിന് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ടീനേജേഴ്സിനെ ആയിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവർക്ക് ഇത് എങ്ങനെ ആക്സസ് ചെയ്യുന്ന അറിയില്ല. ഉപയോഗിക്കണം എന്നറിയാത്ത ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറെ പേര് ഇതിന്റെ ചതിക്കുഴികളിലേക്ക് വീണു പോകുന്നുണ്ട്. അല്ല, ഈ യങ്സ്റ്റേഴ്സിന്റെ പ്രണയം കൂടിയിട്ടുണ്ടോ ഇതുകൊണ്ട്? ഒരുപാട് കൂടിയിട്ടുണ്ട്. എളുപ്പ വഴിയായി അത് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു പരിപാവനമായ പ്രണയത്തിൽ നിന്നും വഴിവിട്ട ജീവിത ശൈലിയിലേക്ക് പോകുന്ന ഒരു അർത്ഥം. കാരണം ഇത് ഡിജിറ്റലൈസ്ഡ് പ്രണയം. അതെ, ഡിജിറ്റലൈസ്ഡ് പ്രണയം. നൈജീരിയൻ സ്കാം എന്ന് പറയുന്ന ഒരു സ്കാം ഉണ്ട്. 419 സ്കാം അല്ലെങ്കിൽ നൈജീരിയൻ സ്കാം എന്ന് പറയും. ഈ നൈജീരിയൻ സ്കാമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലോട്ടറി അടിച്ചു എന്ന് പറയുക. അപ്പൊ അതായത് ഞാനൊരു കേസ് ഞാൻ മുമ്പ് കണ്ണൂർ ഇരുന്നപ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു കേസുണ്ട്. ഒരാൾക്ക് ഇങ്ങനെ 11 ലക്ഷം രൂപ നഷ്ടമായി. 11 ലക്ഷം രൂപ നഷ്ടമാവാനായിട്ടുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് വരുന്നൊരു മെസ്സേജാണ്, ഞാൻ പ്യൂട്ടോറിക്ക എന്ന രാജ്യത്തെ ഒരു സുന്ദരിയും സുമുഖിയും സുശീലയുമായ രാജകുമാരിയാണ്. മിനിഞ്ഞാന്ന് രാവിലെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. 5 ലക്ഷം പൗണ്ട് എനിക്ക് 50 ലക്ഷം പൗണ്ട് 50 ലക്ഷം പൗണ്ട് എനിക്ക് അവശേഷിപ്പിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത്. അപ്പൊ ഞാൻ നെറ്റ് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കൾ സുന്ദരനും സുമുഖനും സുശീലനും സുഭകനുമായ ഒരു ചെറുപ്പക്കാരനും സത്യസന്ധനുമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇയാൾ മറന്നു പോകുന്ന ഒരു സംഗതി, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ദാക്ഷാണി സുകുമാരിയും പറയാത്ത സൗന്ദര്യം പൂട്ടോറിക്കയിൽ ഇരിക്കുന്ന ഈ രാജകുമാരി കണ്ടുപിടിച്ചെങ്ങനെയാന്ന് ഇയാൾ മറന്നു പോവാണ്. ആ മറന്നുപോയിട്ട് ആ വലയത്തിൽ വീണിട്ട് ഈ 50 ലക്ഷം പൗണ്ട് ഇങ്ങോട്ട് എത്തിക്കാനുള്ള തത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ 11 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നത്. ആ 11 ലക്ഷം അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഈ സൈബർ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. വേദാന്തത്തിൽ അപരിഗ്രഹം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റേതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാൻ പക്വതയില്ലാത്തവൻ ഇന്റർനെറ്റിൽ കയറരുത്. സാറേ, ആ തീരുമാനം എടുക്കാനുള്ള മെന്റൽ ഏജ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം ഇപ്പോഴത്തെ തലമുറ വിദ്യാഭ്യാസം ഉള്ളവരാണ്, വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തലമുറയാണ്. ഈ മെന്റൽ ഏജ് നമ്മുടെ തലമുറയ്ക്ക് 2 ഏജും ഉണ്ട്, ക്രോണോളജിക്കൽ ഏജും ഉണ്ട്, മെന്റൽ ഏജും ഉണ്ട്. നമ്മുടെ തലമുറയുടെ ശരിക്കും പറഞ്ഞാൽ പറയുന്നത് സങ്കടകരമാണെങ്കിലും മെന്റൽ ഏജ് വളരെ കുറവാണ്. ഇപ്പം നിരീക്ഷണം കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മെന്റൽ ഏജിന്റെ കാര്യത്തിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഈ അടുത്ത സമയത്ത് ഒരു യുവാവ് സ്ത്രീയുടെ ഒരു ക്ലിപ്പ് ലോകം മൊത്തം പ്രചരിച്ച സമയത്ത് അത് കണ്ടതായ ആളുകൾ ഈ മെന്റൽ ഏജിനകത്ത് തകരാറുണ്ടായിരുന്നവരല്ല. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ മാനസിക അസുഖമല്ല സാറേ, നമ്മുടെ മനസ്സിന്റെ വളർച്ച, നമ്മൾ ശരീരം കൊണ്ട് കുറെ വളരുന്നു, അവൈലബിലിറ്റി പക്വത വളരെയധികം അവൈലബിലിറ്റി ഉണ്ടായതോടുകൂടി ഇത് ആളുകൾ കാണാനായിട്ട്. കാരണം നേരത്തെ തോന്നുന്നത് മാം ഇപ്പൊ വാർദ്ധക്യത്തിലെ അകാല ചെറുപ്പമാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? ദാറ്റ് ഈസ് മെന്റൽ ഏജ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ഒരു 3-4 ഭാഗങ്ങളെങ്കിലും വേണം എവിടെയെങ്കിലും ഒരു കരക്കടുപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമായി അടുത്ത ശനിയാഴ്ച രാത്രി ഇതേ സമയം ഞങ്ങൾ വീണ്ടും വരും. ഗുഡ് ബൈ.